നമുക്ക് ആദ്യം ഫുഡ് ഉണ്ടാക്കാനുള്ളത് മിക്സ് ചെയ്ത് വെക്കാം. അതാകുമ്പം കുറച്ച് ആറുമല്ലോ ചൂടുവെള്ളം. ഞാൻ ഇതാണ് എൻ്റെ ഓപ്പണായിട്ടിരുന്ന പെറ്റ്സ് ലൈഫിൻ്റെ ഈ ഹാൻഡ് ഫീഡിങ് ഫോർമുല ആണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഈ കുഞ്ഞിന് കൊടുക്കുന്നത്. ഏത് കുഞ്ഞാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. നമുക്ക് നോക്കാം, കുറച്ചുകൂടെ വളരുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്. ജസ്റ്റ് ഒരു 2 ഡ്രോപ്പൊക്കെ മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ ക്രോപ്പ് നിറയും. ഓൾറെഡി ഞാൻ ചൂടുവെള്ളമൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇച്ചിരി ഉണ്ടാക്കത്തുള്ളൂ, കാരണം വെറുതെ വേസ്റ്റ് ആക്കണ്ടായല്ലോ. ഇതിൻ്റെ ഞാൻ പഞ്ഞിയൊക്കെ വെച്ചാണ് ഞാൻ വെച്ചേക്കുന്നത്, കാരണം അതിന് സോഫ്റ്റ് അല്ലേ. അപ്പം വുഡ് ഷേവിങ്സ് ഒക്കെ വെച്ചാൽ എന്തെങ്കിലും പറ്റിയാലോ, അതുകൊണ്ട് ഞാൻ കോട്ടണിനകത്തൊക്കെയാണ് ഞാൻ വെച്ചേക്കുന്നത്, ഒരു പോട്ടിനകത്ത്. ഇപ്പം ഇത് പഞ്ഞി എപ്പോഴും ചിലപ്പോഴൊക്കെ വെറ്റായിട്ടൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇത് മോഷനൊക്കെ പാസ് ചെയ്യുന്നതൊക്കെ. അപ്പം അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും അത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫ്രഷായിട്ടുള്ള കോട്ടനൊക്കെ വെച്ച് ഞാൻ അതിനെ അപ്പോഴത്തേക്ക് ഫുഡ് ആറുകയും ചെയ്യുമല്ലോ. ചൂടൊക്കെ നോക്കിയിട്ട് വേണം, കാരണം ഇത് പൊള്ളാനൊക്കെ ഭയങ്കര ചാൻസാണ്. എനിക്ക് തോന്നുന്നത് സാധാരണ ഈ താറയിലൊക്കെ വീണ് കിടക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഈ അമ്മമാർ അതുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എടുത്ത് താഴെ ഇടുന്ന മോസ്റ്റ്ലി സർവൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് അവർ അതുങ്ങളെ താഴെ കളയുന്നത്. ഇതും എനിക്കും അറിയത്തില്ല സർവൈവ് ചെയ്യുമോ എന്ന്. നമ്മൾ പിന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ബൈ.